അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 222 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. فإذا تطهرن ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക, പ ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. പ ഇസ്തിഅലായിൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണല്ലോ, അപ്പോൾ നന്നായിട്ട് നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്രീം ചെയ്യുക. ത പ രണ്ടക്ഷരങ്ങളുടെയും സൗണ്ടിലെ വ്യത്യാസം നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരിക കേട്ടോ. രണ്ടും ത എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവരുത്, തഹർന എന്നായി പോവരുത്. തഹർന അതുപോലെ ഊത കേട്ടോ. ഹാക്ക് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്തേക്ക് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. ഹംസ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ തൂ നോതപ്പോവരുത്. ഫ തൂ ഹംസയെ ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ത കൂടെ വാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫ തൂഹുന്ന മിൻ നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. മീമിനും നൂനിനും ശബ്ദം കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹ വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. മിൻ ഹൈസു എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. മിൻ ഹൈസു അതുപോലെ ഓതി കൊടുക്കുക കേട്ടോ. അമറകുമുല്ലാഹ് റ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റ എന്നുള്ള സൗണ്ട് കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് വമ്മയാണ്. അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. അമറകുമുല്ലാഹ് അതുപോലെ വഖഫ് ചെയ്യുക. ഇന്നല്ലാഹ് നൂനിന് ശബ്ദ അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹ വന്നിട്ടുണ്ട്, അപ്പോൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരാം കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഇന്നവാ നോദിപ്പോവരുത്. ഇന്നവാഹ അതുപോലെ ഓതുക കേട്ടോ. യുഹിബ്ബു തവ്വാബീൻ ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാം. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോകരുത്. തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കരുത്. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ബാക്കി ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. ശ്രദ്ധയും വന്നിട്ടുണ്ട്, അപ്പോൾ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ബ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വയുഹിബ്ബു വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. ബാക്കി ശബ്ദം വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. വയുഹിബ്ബുൽ മുതത്വഹിരീൻ ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ത ഇസ്തിഅലായിൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്, അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്രീം ചെയ്യുക. ഹാക്ക് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. റോക്ക് കെസ്റയാണ്, രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂഹു വബശ്ശിരിൽ മുഅ്മിനീൻ.
നിസാഉക്കും. ഇവിടെ സീനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. നിസാഉക്കും അതുപോലെ ഓത്. ഹർഫുല്ലക്കും. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് സ പുറപ്പെടുന്നത്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോകരുത്. ഹെർസുല്ലക്കും നോതരുത്. ഹെർസുല്ലക്കും ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. സാക്ക് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇതാ ബിലാഗുനയുടെ ക്ഷമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനുള്ള നൂനിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്ന കൊടുക്കാതെ ഓതി കൊടുക്കുക. ഓക്കെ. ഫഅ്തു ഹർഫക്കും. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെക്കുക. ഹംസ കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക. ഫഅ്തു നോതരുത്. ഫഅ്തു ത കൂടെ വാമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹെർസക്കും. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റവും നമ്മുടെ നാവിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് സ പുറപ്പെടുന്നത്. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അന്നാഷിത്തും. നൂനിന് ശ്രദ്ധ വന്നു. അക്ഷരമുള്ള ഉന്നനാണ് നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലിഫ് സ്വൈറയും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹംസ കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഷിത്തും നോതി പോകരുത്. ഷിത്തും ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. വഖദ്ദിമൂ ലിഅൻഫുസിക്കും. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. ഖാ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുകയും ചെയ്യുക. ദാലിന് ശ്രദ്ധ വന്നു. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മീമിൻ്റെ കൂടെ വൗമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലി അൻഫുസിക്കും. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അൻഫുസിക്കും നോതി പോകരുത്. ലി അൻഫുസിക്കും മറച്ചു വെക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. വഖഫ് ചെയ്യുമ്പോൾ മീമിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക കേട്ടോ. ഓ എന്നുള്ള സൗണ്ട് കൊടുക്കുക. കാഫിൻ്റെ സൗണ്ടായി പോകരുത്. ഇവിടെ ഖാഫിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്. ആ മദ്ദിനെ നമ്മൾ കൂട്ടി ഒതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ. അപ്പോൾ ഹംസത്തുൽ വസ്ലിന് മുന്നേ മദ് വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് വമ്മയാണ്. അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വഅലമൂ അന്നക്കും. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ഐൻ കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. വഅലമൂ അന്നക്കും. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഉന്ന നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അന്നക്കും മുലാഖൂ. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച് ഉണ്ണയോടുകൂടി ഓതാട്ട. അന്നക്കും നന്നായിട്ട് മണിച്ചിട്ട് ഓത. അന്നക്കും മുലാഖൂ. ലാമിൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഖാഫിൻ്റെ സൗണ്ട് കാഫിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഖാ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് ഹാഫ് സുക്കൂനായിട്ട് വഖഫ് ചെയ്യാം.
വബശ്ശിരിൽ മുഅ്മിനീൻ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഷീനിന് ശബ്ദ വന്നു, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. റാക്ക് കെസ്റയാണ് വന്നിട്ടുള്ളത്. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. വബശ്ശിറി നോതി പോവരുത്. വബശ്ശിരിൽ മുഅ്മിനീൻ. ലാം കൊൽക്കല ലെറ്ററിലാത്തത് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹംസക്കും ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹംസയും കൊൽക്കല ലെറ്ററിൽ പെട്ടതല്ലല്ലോ, അപ്പോൾ അതിനെയും ഹാഫ് സുക്കൂന് കൊടുക്കുക. മുഅ്മിനീൻ ഓതി പോവരുത്. മുഅ്മിനീൻ അതുപോലെ ഓതുക കേട്ടോ. ഇനി ഇവിടെ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.